നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചുണക്കുട്ടികൾ ലോകത്തിന്റെ നെറുകയിൽ. യെസ്, ഇന്ത്യൻ ചുണക്കുട്ടികൾ ഇതാ അണ്ടർ-19 വേൾഡ് കപ്പ് വിജയിച്ചിരിക്കുന്നു. ലോക ചാമ്പ്യന്മാരാണ് നമ്മുടെ കുട്ടികൾ. യെസ്, വൈഭവ് സൂര്യവംശിയുടെ പത്തരമാറ്റ് തങ്കത്തിളക്കത്തിലുള്ള ജ്വലിക്കുന്ന ഇന്നിങ്സിന് മുന്നിൽ ഇംഗ്ലീഷ് പട കരിഞ്ഞുപോയി, തോറ്റമ്പിപ്പോയി. 100 റൺസിന്റെ തകർപ്പൻ വിജയത്തോടുകൂടി ഇന്ത്യൻ കുട്ടികൾ ഇതാ ICC അണ്ടർ-19 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം നിശ്ചിത 50 ഓവറുകളിൽ 9 വിക്കറ്റിന് 411 റൺസ് അടിച്ചപ്പോൾ 40.2 ഓവറുകളിൽ 311 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ടായിപ്പോയി. ഇന്ത്യൻ ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ടത് വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. പൊള്ളിച്ചടുക്കിയ ബാറ്റിംഗ് ആയിരുന്നു. തലങ്ങും വിലങ്ങും, സിക്സറും ഫോറും. 15 സിക്സറുകൾ, 15 ഫോറുകൾ, 150 റൺസ് ബൗണ്ടറികൾ കൊണ്ട് മാത്രം. അങ്ങനെ 80 പന്തുകളിൽ നിന്ന് 15 ഫോറും 15 സിക്സും അടക്കം അദ്ദേഹം 175 റൺസ് അടിച്ചു. ഒപ്പം ഓപ്പൺ ചെയ്ത ആരോൺ ജോർജ് 9 റൺസുമായിട്ട് മടങ്ങിയിരുന്നു. ക്യാപ്റ്റൻ ആയുഷ് മാത്രയുടെ വക അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു. 51 പന്തിൽ നിന്ന് 53 റൺസ്. വേദൻ ത്രിവേദി 36 പന്തിൽ നിന്ന് 32 റൺസ്. വിഹാൻ മൽഹോത്ര 36 പന്തിൽ 30 റൺസ്. അഭിഗ്യാൻ കുണ്ടു 31 പന്തുകളിൽ നിന്ന് 40 റൺസ്. അംബരീഷ് ആർഎസ് 24 പന്തുകൾ 18 റൺസ്. കനിഷ് ചൗഹാൻ 20 പന്തുകൾ 37 റൺസ്. അങ്ങനെ വൈഭവ് ഒഴികെ മറ്റുള്ളവർക്ക് സാധാരണമായൊരു ഇന്നിങ്സാണ് കളിച്ചത്. വൈഭവ് അസാമാന്യ ഇന്നിങ്സും കളിച്ചു. അങ്ങനെ 50 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 9 വിക്കറ്റിന് 411 എന്ന മികച്ച സ്കോറിലേക്ക് ഇന്ത്യൻ ടീം എത്തിക്കഴിഞ്ഞിരുന്നു. ജെയിംസ് മിൻഡോയാണ് 8 ഓവറിൽ 63 റൺസിന് 3 വിക്കറ്റ് എടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയത്. മറുപടി ബാറ്റിംഗ് നോക്കുക. ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ നല്ല രൂപത്തിൽ തന്നെ പോയതാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അവരുടെ ബാറ്റർമാർ വേഗത്തിൽ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. 20 ഓവറുകളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അവർ 170 റൺസിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അവരുടെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി വീണ് പോയത് അവർക്ക് തിരിച്ചടിയായി. ഒടുവിൽ കലേബ് ഫാൽക്കോണറുടെ ഒരു ഇന്നിങ്സ് ഉണ്ട്. വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് കഴിഞ്ഞാൽ ഈ ഫൈനലിലെ പ്രധാനപ്പെട്ട ആകർഷണം അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സാണ്. ആ പയ്യൻ ഇന്ത്യൻ ടീമിന് ഒരു വെല്ലുവിളി പോലെ മുന്നോട്ട് പോയി. പക്ഷേ ജയിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. മറുഭാഗത്ത് വിക്കറ്റുകൾ വീണ് പോയതുകൊണ്ട് കലേബ് ഫാൽക്കണർ 67 പന്തിൽ 9 ഫോറും 7 സിക്സും അടക്കം 115 റൺസാണ് അടിച്ചത്. അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ പുറത്താകുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണർ ബെൻ ഡൗക്കിൻസ് 56 പന്തിൽ നിന്ന് 66 റൺസ് അടിച്ചിരുന്നു. ജോസഫ് മോൾസ് 16 പന്തുകളിൽ നിന്ന് 17 റൺസും. അവരുടെ നമ്പർ 3 ഇറങ്ങിയ ബാറ്റ്സ്മാൻ ബെൻ മായസ് 28 പന്തിൽ 45 റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ തോമസ് റിയു 18 പന്തിൽ 4 ഫോറും 1 സിക്സും അടക്കം 31 റൺസ് അടിച്ചു. പിന്നെ എടുത്തു പറയാനുള്ളൊരു ഇന്നിങ്സ് ജെയിംസ് മിൻഡോ കലേബ് ഫാൽക്കണർക്കൊപ്പം നിന്ന് കൊടുത്തതാണ്. മിൻഡോ 41 പന്തിൽ നേരിട്ട് 28 റൺസ് അടിച്ചു. കലേബ് ഫാൽക്കണറുടെ പോരാട്ട വീര്യം നമ്മൾ മറക്കില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ അതിനൊക്കെ മുകളിൽ നല്ല ഉയരത്തിൽ തന്നെ പറന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി അംബരീഷ് ആർഎസ് 9 ഓവറിൽ 56 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കനിഷ് ചൗഹാൻ 8.2 ഓവറുകളിൽ 63 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ദീപേഷ് 6 ഓവറിൽ 64 റൺസിന് 2 വിക്കറ്റ് എടുത്തു. കിലാൻ പട്ടേലും അതുപോലെ ആയുഷ് മേത്രയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. ഏതായാലും ഇതാ ഇന്ത്യൻ ചുണക്കുട്ടികൾ അണ്ടർ-19 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. അതോ നോക്കുക, നമ്മൾ 2000, 2008, 2012, 2018, 2022, 2026 ഈ വർഷങ്ങളിലൊക്കെയാണ് നമ്മുടെ കുട്ടികൾ അണ്ടർ-19 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുന്നത്. മുഹമ്മദ് കൈഫ്, വിരാട് കോഹ്ലി, ഉന്മുഖ് ചന്ദ്, പൃഥ്വി ഷാ, അതുപോലെ യാഷ്ദുൽ, ഇങ്ങനെയുള്ള ക്യാപ്റ്റന്മാർക്കൊപ്പം ആയുഷ് മേത്രയും അണ്ടർ-19 വേൾഡ് കപ്പ് വിജയിച്ച ക്യാപ്റ്റനായി മാറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.